श्रीराम जय राम जय जय राम 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 जानकी कांतस्मरणं जय जय राम राम. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആസ്വാദകരും ഭക്തരുമായ എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിൽ നവമസ്കന്ധം 10-11 അധ്യായങ്ങളിലായിട്ട് ശ്രീരാമകഥ ശ്രീ ശുകബ്രഹ്മർഷി വർണ്ണിക്കുന്നു. സൂര്യവംശത്തെ വർണ്ണിച്ചു വരുമ്പോഴാണ് ഖട്വാങ്കാൽ ദീർഘബാഹുശ്ച രഘുസ്തസ്മാൽ പൃഥുശ്രവാഹ അജസ്തഥോ മഹാരാജ തസ്മാത് ദശരഥോ ഭവൽ. ആദ്യത്തെ ശ്ലോകം ഖട്വാങ്കൻ എന്ന രാജർഷിയിൽ നിന്ന് ദീർഘബാഹു, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് രഘുവിൻ്റെ മകനായിട്ട് അജനിൽ നിന്ന് ദശരഥൻ എന്നിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് കേൾപ്പിക്കണം. അങ്ങനെ ദശരഥൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, പിന്നെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുണ്ടായി എന്നാണ്. ഇപ്പോൾ രാമായണ കഥ പറയണത് ഖട്വാങ്കൽ എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം തുടങ്ങുന്നത്. ഖട്വാങ്കന്റെ മഹിമ എന്താന്നുള്ളത് അതിന് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞു. 9ാമത്തെ അധ്യായത്തിന്റെ അവസാനം അതിലധികം ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് ഭഗവത് കൃപയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ദ്വിതീയ സ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആദ്യം പരാമർശിച്ച പേരാണ് ഖട്വാങ്കൻ. അതാണ് ഖട്വാങ്കന്റെ പ്രത്യേകത. മറ്റ് കഥാപാത്രങ്ങളുടെയോ ഒന്നും ഒരു പേരും പറയണതിന് മുമ്പേ ഭഗവാനെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛതാഭയം. പിന്നെ ഭക്തനായിട്ട് ആദ്യം പറഞ്ഞ പേര് ഖട്വാങ്കന്യ. അത് കഴിഞ്ഞിട്ടേ ബ്രഹ്മാവിന്റെ ശ്രീനാരദ മഹർഷിയുടെ ഒക്കെ പേര് പറയുള്ളൂ. ആലോചിച്ച് നോക്കൂ. ശ്രീ ശുകബ്രഹ്മർഷിയിൽ നിന്ന് ആദ്യം വന്ന എന്താ കാരണം എന്ന് വെച്ചാല് ഭഗവാനിലേക്ക് എത്രയും പെട്ടെന്ന് മനസ്സിനെ ലയിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു മുഹൂർത്തം കൊണ്ടൊക്കെ ഭഗവാനിൽ മനസ്സ് ലയിപ്പിക്കണം, മറ്റെവിടേക്കും പോവില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതും ഇനി ഒരു മുഹൂർത്തമേ ഉള്ളൂ ആയുസ് എന്നറിയണ സമയത്ത്. നമുക്കൊക്കെ മരണം എന്ന് പറയണത് കുറെ ദൂരെ, അങ്ങനെയാണല്ലോ സാധാരണ എല്ലാവർക്കും ചിന്ത. കുറെ ദൂരെയാണ് മരണം എന്ന് വിചാരിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചൊന്ന് മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിച്ചു നോക്കാം. മരണം തൊട്ടടുത്തെത്തി ഒരു മുഹൂർത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സ് പിടിവിട്ടു പോകാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. നിയന്ത്രിതമാവാൻ ഈശ്വരനിലേക്ക് മറ്റൊന്നിലേക്ക് പോവാത്ത മട്ടിൽ പരിപൂർണമായിട്ടും മനസ്സിലയിക്കാൻ ആർക്കാ സാധിക്കുക? അതാണ് ഖട്വാങ്കന്റെ പ്രത്യേകതയായിട്ട് കാണാനുള്ളത്. അങ്ങനെയുള്ള ആ ഖട്വാങ്കനെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രാമചരിതം ആരംഭിക്കുന്നത്. ഇപ്പൊ രാമന്റെ മഹിമ മുഴുവൻ ഖട്വാങ്കൻ എന്ന ആ ഒരു പേരിലുണ്ട്. ഏതൊരു വസ്തുവാണ് ഖട്വാങ്കന്റെ ഹൃദയത്തെ അത്രയും രമിപ്പിച്ചത്, വളരെ പെട്ടെന്ന് തന്നെ മറ്റെല്ലാം മറന്ന് തന്നിലേക്ക് ഖട്വാങ്കന്റെ മനസ്സിനെ ലയിപ്പിച്ചത്, ആ വസ്തു മനസ്സിനെ പൂർണ്ണമായിട്ടും തന്നിലേക്ക് ആകർഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് കൃഷ്ണൻ എന്ന് പേര് പറയും. രമിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് രാമൻ എന്ന് പേര് പറയും. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അറിയില്ല. രണ്ടും ഒന്ന് തന്നെയല്ലേ. പഞ്ചസാരയ്ക്ക് അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള പലഹാരത്തിന് മധുരമുണ്ട്. ആ മധുരം തന്നെയാണ്
നമ്മളെ രമിപ്പിക്കുന്നതും വീണ്ടും വീണ്ടും അത് കഴിക്കണം എന്ന് അതിലേക്ക് ആകർഷിക്കണതും. രാമനും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നുമല്ല. ഇവിടെ ആ ഖട്വാങ്ങന്റെ ഹൃദയത്തെ ഏതൊരു വസ്തുവാണോ അത്രയും രമിപ്പിച്ചത്, ആകർഷിച്ച് തന്നിലേക്കാക്കിയത്, ആ ബ്രഹ്മവസ്തു ഇവിടെ അദ്ദേഹത്തിന്റെ ആ വംശത്തില് 5ാമത്തെ തലമുറയിലാകുമ്പോഴേക്കും എത്തിച്ചേരാം. തസ്യാപി ഭഗവാനേഷ സാക്ഷാൽ ബ്രഹ്മമയോ ഹരിഹി അംശാംശേന ചതുർദ്ധാകാൽ പുത്രത്വം പ്രാർത്ഥിത സുരൈഹി. ആ ശ്ലോകം ശ്രദ്ധിക്കുക. സാക്ഷാൽ ബ്രഹ്മമയ ഭഗവാൻ ഹരിഹി പുത്രത്വം അഗാത് എന്നാണ് പറയണത്. നേരത്തെ പറഞ്ഞ ആ ഒരു ശ്ലോകത്തിന്റെ കഷ്ണം ഓർമ്മിക്കുക. ദ്വിതീയ സ്കന്ധത്തിന്റെ തുടക്കത്തില് ഭഗവാൻ ഈശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച എന്ന് പറഞ്ഞെങ്കിൽ ഭഗവാൻ ഈശ്വരോ ഹരിഹി ആ വസ്തുവാണ് ഇവിടെ ഭഗവാൻ ബ്രഹ്മമയ ഹരിഹി എന്ന് പറയപ്പെടുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ആ വാക്കുകളെല്ലാം എന്തൊന്നിനെ കുറിച്ചാണോ അത്. ശബ്ദം തന്നെ എന്തൊന്നിനു വേണ്ടി എന്തൊന്നിൽ നിന്ന് ഉത്ഭവിച്ചു, എന്തൊന്നിനെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, ആ വസ്തു ശബ്ദബ്രഹ്മത്തിനും അപ്പുറമുള്ള ശുദ്ധബ്രഹ്മം. അതാണ് 4 ഭാവം എടുത്തിട്ട് പുത്രന്മാരായിട്ട് അവതരിക്കുന്നത്. രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇത് സംജ്ഞയ. ഭാഗവതത്തില് നമ്മള് കഥ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഓരോ ശ്ലോകമായിട്ട് ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഒരുപാട് ചിന്തിക്കാനും രസിക്കാനും ഉണ്ടാവും. ചിന്തിച്ച് രസിക്കാൻ തയ്യാറുള്ളവർക്ക് 1 അല്ല 10 അല്ല 100 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാലും അപ്പോഴൊക്കെ രസിച്ചതാണെങ്കിലും 101ാമത് വായിക്കുമ്പോൾ രസിക്കാൻ വേറെ പുതിയ സാധനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ രസിപ്പിക്കുന്നവനും രമിപ്പിക്കുന്നവനും വീണ്ടും വീണ്ടും തന്നിലേക്ക് ആകർഷിച്ചു നിർത്തുന്നവനും ആയി ഭാഗവത സ്വരൂപനായിരിക്കുന്നതും അതേ വസ്തു തന്നെ. തസ്യാനുചരിതം രാജൻ ഋഷിഭിസ്തത്വദർശിഭി ശ്രുതം ഹി പണ്ഡിതം ഭൂരിത്വയാ സീതാപതേർമുഹു. സീതാപതിയായിട്ടുള്ള ആ ഭഗവാന്റെ പുണ്യമായ ചരിത്രം തത്വദർശികളായിട്ട് പരമജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാര് ധാരാളം വർണ്ണിച്ചിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. വീണ്ടും 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 അങ്ങ് അതൊക്കെ കേട്ടിട്ടും ഉണ്ടാവും രാജാവേ എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു. അപ്പോ രാമായണത്തിന്റെ എല്ലാ ഭാഗങ്ങളും പറയാൻ പുറപ്പെടുന്നില്ല താൻ. അതൊക്കെ ധാരാളം തത്വദർശികളായിട്ടുള്ള ആൾക്കാർ വർണ്ണിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണില്ല. തനിക്ക് ശ്രീശുഖ ബ്രഹ്മർഷിക്ക് തൻ്റെ അകത്തും പുറത്തും ബ്രഹ്മാനന്ദം മാത്രമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആ സുഖബ്രഹ്മത്തിന് എന്താണ് രാമായണത്തിൽ നിന്ന് കാണാനുള്ളത്, എന്താണ് രാമായണത്തെക്കുറിച്ച് പറയാനുള്ളത്, അതുമാത്രമേ ഇവിടെ സുഖബ്രഹ്മം പറയുന്നുള്ളൂ. അല്ലാതെ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും തെറ്റല്ല, അതൊന്നിനെ മോശം എന്ന് പറയണില്ല. എനിക്ക് രാമായണത്തിൽ ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത്, അത്രമാത്രമേ ശ്രീശുഖ ബ്രഹ്മർഷി പറയുള്ളൂ, വിസ്തരിക്കണില്ല എന്നർത്ഥം. അദ്ദേഹം പറയുകയാണ്, ഗുർവർത്ഥേ ത്യക്തരാജ്യ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിത പഥരുജോ യോ ഹരീന്ദ്ര അനുജാഭ്യാം വൈരൂപ്യാച്ചൂർപ്പണഖ്യാ പ്രിയവിരഹർഷാരോപിത ഭ്രൂവിജൃംഭ ത്രസ്താധി
ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോപതാന്മഹ. ഈ ഒറ്റ ശ്ലോകം കൊണ്ട് രാമായണത്തിലെ അയോധ്യാകാന്ഡം തുടങ്ങി യുദ്ധകാന്ഡം കഴിയോളം മുഴുവൻ വർണ്ണിച്ച് നമസ്കരിക്കുകയാണ് രാമചന്ദ്രനെ എന്ന് പറയാം. ഗുരുവർദ്ധേ ത്യക്തരാജ്യ, അച്ഛൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഗുരുവർദ്ധേ രാജ്യത്തെ ഉപേക്ഷിച്ചു. ഇനി അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം. ഈ രാജ്യഭാരം ചെയ്തിരിക്കുന്നതിനേക്കാൾ വലുതായി മറ്റു പലതും ചെയ്യാനുണ്ട്. അതെന്താ? രാക്ഷസവധം. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. രാവണവധം എന്നുള്ളത് ഒരു കാരണമാക്കി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കാട്ടില് എത്രയോ ഭക്തന്മാര്, എത്രയോ മഹർഷിമാര് കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കാനാന്ന് പറയാം. സ്വതവേ ഈ നാട്ടിൽ ജീവിക്കണ മനുഷ്യർക്ക് നാടാണ് കേമം. ഇതൊരു ധാരണ ഉണ്ടാവുമല്ലോ. കാട് എന്ന് വെച്ചാൽ രണ്ടാം തരാണ്. കാടന്മാര് എന്നൊക്കെ ചിലരെ കുറിച്ച് പറയില്ലേ. കാട് എന്ന് പറഞ്ഞ ഒരു രണ്ടാം തരം അപരിഷ്കൃതമായിട്ടുള്ള ദേശം. എന്നാൽ അങ്ങനെ കാടിനെ രണ്ടാം തരമായിട്ട് കാണണ്ട. നാട്ടില് എന്തെല്ലാമാണോ ഈ അധികാരത്തിന് വേണ്ടിയിട്ടോ സുഖത്തിന് വേണ്ടിയിട്ടോ പരസ്പരം കലഹങ്ങളും ചതികളും ഒക്കെ ഉണ്ടാവാനുള്ളത്, അതൊന്നും അത്രത്തോളം കാട്ടിലില്ല. കാട് ഈ നാടിനേക്കാൾ എത്രയോ ഭേദമാണ്. അത് ആ കാടിന്റെ നിഷ്കളങ്കത, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ളവരുടെ ജീവിതം, ഇനി അവർക്ക് തെറ്റുണ്ടെങ്കിൽ തന്നെ തിരുത്താൻ എത്ര എളുപ്പം. നാട്ടിലുള്ള ഒരാളെ തിരുത്തനേക്കാളും എത്രയോ എളുപ്പമാണ് നാട്ടിലുള്ള ഒരാളെ തിരുത്തിക്കൊണ്ടുവരാൻ. അതൊക്കെ കാണിച്ചു കൊടുക്കാനാവാം കാടിന്റെ ഗുരുത്വം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാവാം ഗുർവർദ്ധേ എന്ന് അവിടെ പറഞ്ഞിരിക്കണേ. ത്യക്തരാജ്യ, രാജ്യത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഹരീന്ദ്ര അനുജാഭ്യാം മൃജിത പഥരുജ. ഹനുമാനും ലക്ഷ്മണനും, അവിടെ ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ, ലക്ഷ്മണനും വഴി കാണിച്ചു. ഇങ്ങനെ കല്ലും മുള്ളുമൊക്കെ നീക്കി ശുദ്ധിയാക്കി തന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച സീതാദേവിയുടെ അതിമൃദുവായിട്ടുള്ള പാണിസ്പർശം കൊണ്ട് വേദനിക്കരുതലോ എന്ന് കരുതി അതികോമളങ്ങളായിട്ടുള്ള രാമന്റെ പാദങ്ങളെ എത്ര ശ്രദ്ധയോടെയാണ് സീതാദേവി തൻ്റെ കരപല്ലവ രോജിഷ തൃക്കൈകളുടെ പ്രകാശം കൊണ്ട് തലോടിയത്. അങ്ങനെയൊക്കെയുള്ള ആ ശ്രീരാമചന്ദ്രൻ ഭക്തന്മാർക്ക് സേവിക്കാൻ അവസരം കൊടുത്ത് അങ്ങനെ നടന്ന ആ ശ്രീരാമചന്ദ്രൻ കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് സഞ്ചരിക്കാം. എന്തിനാ ചോദിച്ചാൽ അനുവനം വിചരത്, കാട്ടിൽ നിന്ന് കാട്ടിലേക്ക് സഞ്ചരിച്ചത് എന്തിനാ ചോദിച്ചാൽ, താൻ കാട്ടിലൊരിടത്ത് പാർത്താൽ കുറച്ച് കഴിഞ്ഞാൽ നാടവും. തന്നെ കാണാൻ വരുന്നവര് കുറച്ച് കഴിയുമ്പോൾ അവിടം കാടല്ലാതെയാക്കും. അതുകൊണ്ട് സ്ഥിരമായിട്ട് എവിടെയും പാർക്കണ്ട. വനവാസം എന്ന് പറഞ്ഞാൽ അതാ നല്ലത് എന്ന് കണക്കാക്കി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നവൻ ശൂർപ്പണഖ എന്ന കാമിനിയുടെ ഒരു വൈരൂപ്യം കൊണ്ട് അവളെ വിരൂപയാക്കേണ്ടി വന്നു. അവളുടെ ആ വൈരൂപ്യം കണ്ട് രാവണൻ ക്രുദ്ധനായി. ഇവിടെ വന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. ആ ഒരു കാരണം പറഞ്ഞ് അന്വേഷിച്ച് ചെന്ന് കോപം കൊണ്ട് വളഞ്ഞ തൻ്റെ പുരികക്കൊടികളെ കൊണ്ട് സമുദ്രത്തെ പോലും വിറപ്പിച്ച് ആ സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിൽ പ്രവേശിച്ച് രാക്ഷസന്മാരാകുന്ന
ആ ഒരു വലിയ കാടിന് കാട്ടുതീയായി മാറി തിരിച്ചു വന്ന് രഘുകുലത്തിനെ ഏറ്റവും അലങ്കരിച്ച് പട്ടാഭിഷിക്തനായി വാണ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഒരൊറ്റ ശ്ലോകം കൊണ്ട് എന്തൊക്കെയോ സൂചിപ്പിക്കുന്നു. പിന്നെ അവിടുത്തെ കഥ ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞ് നമസ്കരിച്ചാൽ പോരല്ലോ. മഹാ അവതാൽ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തിയാൽ പോരല്ലോ. ഇനി അതിനുണ്ട് കേട്ടോ രസം. അവതാൻ നഹ എന്നുള്ള വാക്കിന് സ്വതവേ ശ്രീസുഖ ബ്രഹ്മർഷി അങ്ങനെ നമ്മളെ രക്ഷിക്കട്ടെ എന്നൊന്നും മറ്റെവിടെയും പറഞ്ഞതായിട്ട് കാണില്ല. നമസ്കാരം ചെയ്തതായിട്ട് കാണാം, ജയ ജയ എന്ന് പാടിയതായിട്ട് കാണാം. ഏതെങ്കിലും ഓരോ അവതാരത്തെക്കുറിച്ച് അവിടുന്ന് നമ്മളെ രക്ഷിക്കട്ടെ എന്നൊന്നും പറഞ്ഞതായിട്ട് അധികം കാണില്ല. ഇവിടെ എന്താ വെച്ചാല് ഇങ്ങനെ പുറമേക്ക് ലീലകളാടുമ്പോഴും ഉള്ളിൽ ഇതിനെല്ലാം സാക്ഷിയായിട്ട് ബ്രഹ്മഭൂതനായിട്ട് തൻ്റെ ധർമ്മം, അത് മനുഷ്യന്റെ ധർമ്മാവാം ഈശ്വരന്റെ ധർമ്മാവാം, ധർമ്മം എന്നൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ മാത്രം ധ്യാന നിമഗ്നനായി സഞ്ചരിച്ച ശ്രീരാമചന്ദ്രനെയാണ് നമസ്കരിക്കണം. ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ധർമ്മം എന്താ? ജനിച്ച ഉടനെ പരിവ്രാജനം ചെയ്തു പോയതാ, ബ്രഹ്മത്തിൽ ലയിച്ച് സഞ്ചരിച്ചു പോയ ആളാ. പിന്നീട് അദ്ദേഹം ഭാഗവതം കേട്ടു, പഠിച്ചു, അതിനെ പറയാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കണോ, പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ആ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ലയിച്ചുകൊണ്ടിരിക്കുക എന്ന ധർമ്മത്തിൽ നിന്ന് വിട്ടുപോകരുത്. പുറമെ ശരീരം അതിൻ്റെ കർമ്മം ചെയ്തോട്ടെ, പക്ഷെ ഉള്ളിലെ ആത്മാവ് അതിൻ്റെ ധർമ്മത്തിൽ നിന്ന് വിട്ടു പോകരുത്. ശ്രീശുഖ ബ്രഹ്മർഷിയുടെ നിബന്ധന അതാണ്. അതേപോലെ ഓരോ വ്യക്തികൾക്കും ഈ ലോകത്ത് ചുറ്റുമുള്ളവർ പറയുന്നതനുസരിച്ച് പലതും ചെയ്യേണ്ടി വരും. പക്ഷെ താൻ ആരാ, എന്തിനാ ഇവിടെ വന്ന്, അതിൽ നിന്നൊരിക്കലും മറക്കാതെ വിട്ടുപോവാതെ മുന്നോട്ട് മാത്രം സഞ്ചരിക്കാൻ സാധിക്കാം. ശ്രീരാമചന്ദ്രൻ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം, ശ്രീരാമചന്ദ്രന്റെ സ്മരണ, രാമനാമം നമ്മളെയും ഈ ഭവസാഗരത്തില് അല്ലെങ്കിൽ ഭവാടവിയില് അല്ലെങ്കിൽ കർമ്മമയമായിട്ടുള്ള ഈ ലോകത്ത് അവതാർ രക്ഷിക്കട്ടെ. നമുക്ക് നമ്മുടെ മാർഗം വിട്ടു പോവാതിരിക്കാൻ എപ്പോഴും ആ രാമബോധം നമ്മളെ രക്ഷിക്കട്ടെ എന്നുകൂടി ആയിരിക്കാം ആ ഒരു പ്രാർത്ഥന. അത് ശ്രീശുഖ ബ്രഹ്മർഷി തനിക്ക് വേണ്ടിയും ഭാഗവതം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഓരോ ജീവന് വേണ്ടിയും ചെയ്തതായ പ്രാർത്ഥനയാണ് എന്ന് തോന്നും. പിന്നെ വിശ്വാമിത്ര ദുരേയേന മാരീചാദ്യാന്ന് ശാചരാഹ പശ്യതോ ലക്ഷ്മണ സേവ ഹതാ നൈരത പുങ്കവാഹ എന്ന് തുടങ്ങുന്ന ഭാഗം വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പോയിട്ട് ലക്ഷ്മണനെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തി മാരീചൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരെ കൊന്നൊടുക്കിയ ശ്രീരാമചന്ദ്രന്റെ ലീല. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ സംഘർഷണമൂർത്തിയാണ്. അഹമിത്യ അഭിമാന ലക്ഷണം സംഘർഷണം എന്നുണ്ടല്ലോ. അഹമെന്ന അഭിമാനത്തിനെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തി അതിനും പിന്നിലുള്ള ശ്രീവാസുദേവൻ ലീലയാടി, അഭിമാനമില്ലാതെ ലീലയാടി. അഭിമാനത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. സ്വതവേ നമ്മൾ എങ്ങനെയാ പറയാ, നമ്മള് ഈ ശുദ്ധ ബ്രഹ്മം അഥവാ ആത്മബോധം എല്ലാത്തിനും ഒരു സാക്ഷിയായിട്ട് കാഴ്ചക്കാരനായിട്ട് നിൽക്കുക, അഹങ്കാരങ്ങൾ ഇവിടെ ലീലയാടിക്കൊണ്ടിരിക്കുക എന്നല്ലേ. എന്നാൽ രാമലീല അങ്ങനെയല്ല. അവിടെ ലക്ഷ്മണനെ ഒരു കാഴ്ചക്കാരനാക്കി നിർത്തിയിട്ട് രാമൻ അതിന് പിന്നിലുള്ള ബ്രഹ്മം ലീലയാടുക ചെയ്തത്.
നമ്മൾ ഓരോരുത്തരും രാമായണത്തെ പഠിക്കുമ്പോൾ, രാമായണത്തെ പിന്തുടരുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാനെന്ന ഈ അഹങ്കാരം കാണുന്നതെല്ലാം അതിനും പിന്നിലുള്ള ബ്രഹ്മത്തിൻ്റെ ലീലകളാണ്, ഭഗവാന്റെ ലീലകളാണ്. ഞാനെന്ന അഹങ്കാരം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അഹങ്കാരത്തിന് അതിലൊന്നും ചെയ്യാനില്ല. സത്യത്തിൽ ഒരു കർത്തൃത്വമില്ല. അതിനൊന്നും മാറ്റിമറിക്കാനും സാധിക്കില്ല. രാമായണത്തില് ഈ ലക്ഷ്മണനെ ചിലപ്പോൾ പാപം തോന്നാറുണ്ടല്ലോ. മാരീചവധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് അധ്യാത്മരാമായണത്തില് ശ്രീരാമചന്ദ്രസ്വാമി പറയുന്നുണ്ടല്ലോ, ഇത് ലക്ഷ്മണനെ അറിയണ്ട എന്ന്. അപ്പൊ ആ ലക്ഷ്മണനെ ശരിക്കും ഒരു കാഴ്ചക്കാരൻ മാത്രമാക്കി നിർത്തുക. അതിന് പിന്നിൽ രാമന്റെ ഇച്ഛയാണ് ലീലയാടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതാണ് പശ്യതോ ലക്ഷ്മണസ്യ എന്ന് അവിടെ പറയാൻ കാരണം. നമ്മുടെ അഹങ്കാരം വെറും കാഴ്ചക്കാരൻ, സാക്ഷാൽ ശുദ്ധബ്രഹ്മത്തിന്റെ ലീലകളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ എന്ന ബോധം നമുക്കുണ്ടായാൽ എല്ലാം ആനന്ദമയമായി. യോ ലോകവീരസമിതൗ ധനുരൈശമുഗ്രം സീതാസ്വയംവര ഗൃഹേ ദൃശതോപനീതം. സീതാസ്വയംവരത്തിന് ആ വില്ലെടുത്തൊടിച്ചതായിട്ടുള്ള കഥ പറയാ. ഐശം ശ്രീപരമേശ്വരന്റെ വില്ലാണ്, ശൈവചാപാണ്. അതെടുത്ത് ഒടിച്ച കഥ പറയാം. അത് ത്രിശതോപനീതം, 300 ആള്, ത്രിശതം എന്ന് പറഞ്ഞാൽ 300 ആൾക്കാര് കയറ്റി കൊണ്ടുവന്നതായിട്ടുള്ള ഒരു വില്ലാണ്. അത് ബാലഗജലീല ഇവ യക്ഷിയഷ്ടി. ഒരു ബാലഗജം, ഒരു കുട്ടിയാന കരിമ്പൊടിക്കണത് എങ്ങനെയാണ്, അതേപോലെ കളിയായിട്ട് അത് വലിയ സഭാമധ്യത്തില് വലിച്ചോട്ടിച്ച് ശ്രീരാമചന്ദ്രൻ നമ്മളെല്ലാവരെയും അന്ന് അനുഗ്രഹിക്കുകയുണ്ടായി. പിന്നെ ജിത്വ അനുരൂപ ഗുണശീലവ യുങ്കരൂപാം സീതാഭിതാം ശ്രിയം ഉരസ്യ അഭിലബ്ധമാനാം എന്ന അടുത്ത ശ്ലോകം. ഭഗവാന് ഏറ്റവും അനുരൂപയാണ് സീത. ഗുണം കൊണ്ടും ശീലം കൊണ്ടും വയസ്സുകൊണ്ടും രൂപം കൊണ്ടും എല്ലാം കൊണ്ടും ഭഗവാന് ഏറ്റവും അനുരൂപയായിട്ടുള്ളവളാണ്. ഭഗവാന്റെ മാറിടത്തിൽ എപ്പോഴും സ്ഥാനമുള്ളവളാണ്. അങ്ങനെ ശ്രീഭഗവതിയാണ്. ഇവിടെ സീത എന്നുള്ള പേരിൽ മാറ്റിരിക്കണമെന്നേ ഉള്ളൂ. ആ സീതാദേവിയെ വിവാഹം ചെയ്ത് തിരിച്ചു വരുമ്പോ മാർഗേ വ്രജൻ ഭൃഗുപതേർ വിനയൽ പ്രരൂഢം ദർപ്പം, വഴിയിൽ വെച്ചിട്ട് ഭൃഗുപതിയായിട്ടുള്ള പരശുരാമസ്വാമിയുടെ ദർപ്പത്തെ, അഹങ്കാരത്തെ ഇല്ലാതാക്കുകയും ചെയ്തു. എന്താ അഹങ്കാരം? യസ്ത്രീര രാജബീജാം മഹിം അകൃത. അവിടുന്ന് 21 പ്രാവശ്യം ഈ ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് ഇവിടെ രാജവംശങ്ങൾ ഇല്ലാത്ത ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുള്ള ആളാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കേമത്വം എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ചെയ്ത് പരാക്രമം ചെയ്ത് 21 വട്ടം ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ ഇല്ലാതാക്കിയ ആളാണ് പരശുരാമൻ. ഇതാണ് പരശുരാമന്റെ അഹങ്കാര കാരണം, ദർപ്പ കാരണം. എങ്കിൽ അത് മുഴുവൻ ഇല്ലാതാക്കാൻ ഇവിടെ ശ്രീരാമചന്ദ്രന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും വലിയ പരാക്രമം ചെയ്യേണ്ട കാര്യമില്ല. ആർക്കും എടുത്തു പൊന്തിക്കാൻ പറ്റാത്ത ആ വില്ല് എടുത്ത് ഞാണേറ്റുമ്പോഴേക്കും അത് പൊട്ടിപ്പോയിട്ടുണ്ട്. ബാലഗജലീല ഇവ, ഒരു കുട്ടിയാനയുടെ കളി പോലെ, കുസൃതി പോലെ ശൈവചാപത്തെ മുറിച്ചപ്പോൾ തന്നെ ലോകത്തുള്ളവര് മുഴുവൻ ഈ രാമന്റെ മഹിമയെ അറിഞ്ഞിട്ടുണ്ട്, രാമനെ നമസ്കരിച്ചിട്ടുണ്ട് ഹൃദയം കൊണ്ട്. ഇനി ലോകത്തിനെ ജയിക്കാനായിട്ട്, കാൽക്കീഴിലാക്കാനായിട്ട്, ലോകത്തെ ശുദ്ധമാക്കാനായിട്ട് രാമൻ പ്രത്യേകിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. പരശുരാമന്
ലോകത്തെ ശുദ്ധീകരിക്കാൻ 21 വട്ടം പ്രദക്ഷിണം വെച്ച് യുദ്ധം ചെയ്യേണ്ടി വന്നു എങ്കിൽ രാമനതൊന്നും വേണ്ട. തൻ്റെ ഒരു പുഞ്ചിരി, ഒരു കടാക്ഷം, ഒരു ചെറിയ കുസൃതി, ഇതുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ജയിക്കാൻ രാമന് സാധിക്കും. ഭൂമിയിൽ നിന്ന് ഉണ്ടായവളാണ് സീത. ഭൂമിയിൽ നിന്നുണ്ടായവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഈ ഭൂമിയിലുണ്ടായ ഏതൊരാളെയും, ഈ പ്രകൃതിയിലുള്ള ഏതൊരു വസ്തുവിനെയും സീതാദേവിയെ തന്നിലേക്ക് എത്തിച്ചതുപോലെ തൻ്റേതാക്കി തീർക്കാൻ, രാമന് വേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം എന്ന ബോധത്തിലേക്ക് ആക്കി തീർക്കാൻ, രാമൻ്റെയാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് ആക്കി തീർക്കാൻ രാമന് തൻ്റെ സൗന്ദര്യം, തൻ്റെ പുഞ്ചിരി, ഇത്രയൊക്കെയേ വേണ്ടൂ. അതാണ് ഇത്രയും പരാക്രമശാലിയാണ് ഞാൻ എന്ന അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന ആ പരശുരാമനും ഒരു കടാക്ഷം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് നീയും എൻ്റേതാണ് എന്ന് പറഞ്ഞ് തന്നിലേക്ക് ലയിപ്പിക്കാൻ, ആ വൈഷ്ണവ തേജസ്സിനെ മുഴുവൻ തന്നിലേക്ക് തിരിച്ചെടുക്കാൻ, അനുഗ്രഹിച്ചു പറഞ്ഞയക്കാൻ രാമന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നവിടെ കാണാം. പിന്നെ ആ ഗുരുവർദ്ധ ത്യക്തരാജ്യ എന്ന് പറഞ്ഞില്ലേ, രാജ്യം ഉപേക്ഷിക്കാനുണ്ടായ കാരണം, അതാണ് അടുത്ത ശ്ലോകം പറയണത്. യസ് സത്യപാശ പരിവീത പിതുർനിദേശം സ്ത്രൈണസ്യ ചാപി ശിരസാജഗൃഹേ സഭാര്യ രാജ്യം ശ്രിയം പ്രണയന സുഹൃതോ നിവാസം ത്യക്ത്വാ യൗവനമസൂനിവ മുക്തസംഗഃ. പറയാണ് ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അസൂനിവ മുക്തസംഗഃ എന്ന ഒരു വാക്കുകൊണ്ട് കാണിക്കണു. മുക്തസംഗനായ ഒരാള്, എല്ലാ സംഘങ്ങളും വിട്ടൊരാള്, ഒരു യോഗി അസൂൻ ഇവ തൻ്റെ പ്രാണങ്ങളെ ഉപേക്ഷിക്കുന്നത് പോലെ. സ്വാഭാവികമാണല്ലോ, ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യാനുള്ളപ്പോഴാണ് ശരീരം, ശരീരത്തിനെ നിലനിർത്താനാണ് പ്രാണങ്ങള്. എന്നാൽ എല്ലാത്തിനോടും ബന്ധം വിട്ട ഒരാൾക്ക് പിന്നെ ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല, അതിനെ നിലനിർത്തുന്ന പ്രാണന്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് അതിനെ ഉപേക്ഷിക്കുന്നത്? അതുപോലെ അല്ലാതെ അതിൽ ഒരു ഒട്ടലില്ല, വേദനയില്ല, താൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന അഭിമാനമില്ല, ഞാനെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ള അഭിമാനമില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു എന്ന പോലെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി നടന്നു അവിടുന്ന്. രക്ഷസ്വ്യകൃത രൂപം അശുദ്ധ ബുദ്ധേഹേ. പിന്നത്തെ ശ്ലോകം, രാക്ഷസനായിട്ടുള്ള രാവണന്റെ സ്വസ അനുജത്തി ആ ശൂർപ്പണഖയുടെ രൂപത്തെ വ്യാകൃത വിരൂപമാക്കി തീർത്തു. അശുദ്ധ ബുദ്ധേഹേ, അവളുടെ ബുദ്ധി നന്നല്ല. അതുകൊണ്ടാണ് നമുക്കിനി ശ്രീകൃഷ്ണ കഥയില് ബുദ്ധി നന്നായത് കൊണ്ട് രൂപം വികൃതമായിരുന്നതിനെ സുന്ദരിയാക്കി മാറ്റി, ത്രിവക്രയെ സുന്ദരിയാക്കി മാറ്റിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവളുടെ ബുദ്ധി നന്ന്, അപ്പൊ ശരീരത്തെയും അതുപോലെ ആക്കി തീർക്കാം. ഇവിടെ ഈ ശൂർപ്പണഖയുടെ ബുദ്ധി നന്നല്ല, അശുദ്ധ ബുദ്ധേഹേ, അതുകൊണ്ട് ശരീരത്തെയും വിരൂപമാക്കി തീർത്തു എന്നും കാണാം. അവളെ രക്ഷിക്കാനായിട്ട് പിന്നാലെ വന്ന ഖരൻ, ദൂഷണൻ, ത്രിശിരസ് മുതലായിട്ടുള്ള ബന്ധുക്കള് 14,000 രാക്ഷസന്മാര്, അവരെയൊക്കെ കളിയായിട്ട് തന്നെ ഒട്ടുമൊരു ഗൗരവമില്ലാതെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രൻ കോദണ്ഡപാണി അടമാന ഉവാസകൃച്ഛ്രം വീണ്ടും വനത്തിൽ വസിക്കുക തന്നെ ചെയ്തു. കാട്ടിൽ വസിച്ചാൽ ഇതുപോലെ ഇനിയും ഉപദ്രവങ്ങൾ ഉണ്ടാവാം എന്ന് ഭയപ്പെട്ട് എങ്ങോട്ടെങ്കിലും മാറാൻ കരുതിയതില്ല രാമൻ. മറിച്ച്
ഇതല്ല ഇതിലപ്പുറം വന്നാലും എനിക്ക് എൻ്റെ ആയുധമുണ്ട് കയ്യിൽ, യാതൊരു ഭയവുമില്ലാതെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടുകൂടി അവിടെ വസിച്ച ആ ശ്രീരാമചന്ദ്രൻ സീതാകഥാശ്രവണ ജീവിത കൃച്ഛയേന സഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ. ആ ദശകന്ധരൻ, 10 തലകളുള്ളവൻ രാവണൻ സീതാദേവിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. സീതാദേവിയെ കുറിച്ചുള്ള കഥ കേട്ടിട്ട് കാമം വർദ്ധിച്ചേ രാവണന്. മാരീചനെ പറഞ്ഞയച്ചു. ആ മാരീചൻ ആശ്രമത്തിൽ നിന്ന് രാമനെ ദൂരത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ മാരീചനെ രാമൻ വധിച്ചു. യഥാക്കമുഗ്രഹ, രുദ്രൻ ദക്ഷനെ ഇല്ലാതാക്കിയതുപോലെ. കം, കഹ എന്ന നാമം കൊണ്ട് പ്രജാപതി എന്നർത്ഥം, ഇവിടെ ദക്ഷൻ എന്നർത്ഥം. ഉഗ്രഹ എന്നതുകൊണ്ട് രുദ്രൻ എന്നർത്ഥം. അവനെ ഇല്ലാതാക്കി. പിന്നെ രക്ഷോധമേന വൃഗബൽ വിപിനെ സമക്ഷം, രാക്ഷസവധനാമനായിട്ടുള്ള രാവണൻ വൃഗബൽ, ഒരു ചെന്നായ എങ്ങനെയാണ് തൻ്റെ ഇരയെ കടിച്ചു കൊണ്ടുപോകുന്നത് ഒരു ദയയും കൂടാതെ, അതുപോലെ കാട്ടിൽ വെച്ചിട്ട് രാമനില്ലാത്ത നേരം നോക്കി സീതാദേവി അപഹരിച്ചു കൊണ്ടുപോയി. ആ പ്രിയാവിയോഗം വലിയ ദുഃഖമാണ് തനിക്കുണ്ടാക്കിയത് എന്ന് നടിച്ചുകൊണ്ട്, സ്ത്രീസംഖ്യനാം ഗതിമിതി പ്രഥയൻ, സ്ത്രീസംഖ്യകൾക്ക് ഗതി ഇതാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിദുഃഖിതൻ എന്ന പോലെ കരഞ്ഞുകൊണ്ട് നടന്നു രാമൻ. നാട്യാണേ. അങ്ങനെ ചെയ്യുമ്പോഴും ലോകത്തിന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് തനിക്ക് ബാധിച്ചിട്ടില്ല, അത് കാണിക്കണം. മർത്യാവതാരസ്ത്രീക മർത്യശിക്ഷണം എന്ന് നേരത്തെ പറയണ്ടായല്ലോ. പിന്നെ തനിക്ക് വേണ്ടി ദേഹത്യാഗം ചെയ്തതായിട്ടുള്ള ജടായുവിന് വേണ്ടതായിട്ടുള്ള ശവദാഹം മുതലായതൊക്കെ ചെയ്ത് കബന്ധനെ നിഗ്രഹിച്ച്, പിന്നെ വാനരന്മാരോട് കൂടിയിട്ട് സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച്, ആ വാനരന്മാർ വഴി സീതാദേവിയുടെ യാത്രയുണ്ടായത് തെക്കോട്ടാണ് ആകാശമാർഗേണ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി അവിടുന്ന് ആ വാനര സൈന്യങ്ങളോട് കൂടിയിട്ട് സീതാദേവിയെ തേടി സമുദ്രതീരത്തേക്ക് എത്തിച്ചേർന്നു. ഇതിൻ്റെ ഇടയിൽ ഈ വാനരന്മാരെ കൂട്ടിന് പിടിച്ചു എന്ന് പറയുന്നത് കിഷ്കിന്ധാഖണ്ഡ. പിന്നെ സമുദ്രതീരത്തേക്ക് എത്തിച്ചേർന്നു വേലാമകൾ എന്നും പറഞ്ഞു. പക്ഷേ സുന്ദരകാന്ഡം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു വിഷയം അത് കാര്യമായിട്ടൊന്നും ഇവിടെ സൂചിപ്പിക്കണില്ല. ഭാഗവതത്തിലെ സുന്ദരകാന്ഡം എന്ന് പറയുന്നതായിട്ടുള്ള വിഷയം കാര്യമായിട്ട് പറയണില്ല. യദ്രോഷ ബ്രഹ്മവിവർത്ത കടാക്ഷമ പാദ സംഭ്രാന്ത നക്രമകരോ ഭയകീർണഘോഷ എന്ന അടുത്ത ശ്ലോകം അത് സമുദ്രത്തിന് ചിറകെട്ടാൻ പുറപ്പെട്ടതായിട്ടുള്ള രംഗയെ പറയുള്ളൂ. അത് യുദ്ധകാന്ഡത്തേക്ക് കടന്നിരിക്കണം. സമുദ്രം സിന്ധുശിരസ്യ അർഹണം പരിഗ്രഹിച്ച രൂപി, ഒരു രൂപം സ്വീകരിച്ച സമുദ്രം രാമപാദത്തിൽ വന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു അത്രേ, നത്വാം വയം ജഡധിയോന്ന് വിരാമഭൂമൻ, ഞങ്ങളൊക്കെ ജഡധീക്കളാണ്, ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിക്കാത്തവരാണ്, അവിടുത്തെ അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടുന്ന് കൂടസ്ഥനാണ്, ആദിപുരുഷനാണ്, ഈ ജഗത്തിന് മുഴുവൻ അധീശ്വരനായിട്ടുള്ള ആളാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങളെ പോലുള്ളവർക്ക് സാധിക്കണില്ല ഭഗവാനെ. എന്തായാലും അവിടുത്തെ കാരുണ്യം കൊണ്ട്, കാരുണ്യം കോപരൂപത്തിലാണ് വന്നതെങ്കിലും ആ കാരുണ്യം കൊണ്ട്
അവിടുത്തെ മഹിമയുടെ ഒരു ലേശം അടിയങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ഇത്രയെല്ലാം മഹിമയുള്ളവനാണെന്ന് പറയപ്പെടുന്നവനാണ് ഈ രാമനായി വന്നിരിക്കുന്നത് എന്നറിയാൻ അടിയങ്ങൾക്ക് സാധിച്ചു. ഇനി അവിടുത്തെ മഹിമ ലോകമെന്നും പാടണ്ടേ? അതിന് വേണ്ടത് ചെയ്താലും. കാമം പ്രയാഹി ജഹി വിശ്രവസോമേഘം. അങ്ങയുടെ ഇഷ്ടം പോലെ മുന്നോട്ട് പൊക്കോളൂ. അതിനായിട്ട് ബദ്നേഹി സേതുമിഹ, ഇവിടെ ഒരു സേതുവിനെ ബന്ധിച്ചോളൂ. അങ്ങയുടെ യശസ് എക്കാലവും അത് കാണുന്നവർ പാടട്ടെ. ദിഗ്വിജയം ചെയ്യുന്നവരൊക്കെ ഈ രാമസേതുവിന്റെ അടുത്തെത്തി നമസ്കരിക്കട്ടെ. അങ്ങയെ എന്നും എല്ലാവരും ഓർമ്മിക്കട്ടെ. ത്രൈലോക്യ രാവണം വിശ്രവസഹ അവമേഘം ജഹി. 3 ലോകങ്ങളെയും കരയിച്ചു കൊണ്ടിരിക്കുന്ന വിശ്രവസിന്റെ മലതുല്യനായി തീർന്നിട്ടുള്ള ആ രാവണനെ അങ്ങ് വധിക്കൂ എന്നല്ല പറഞ്ഞേ കേൾപ്പിക്കണം. ബദ്ധോദൗ ജഗവതിർവിവിധദ്രികൂടൈഹി. അങ്ങനെ ആ സമുദ്രത്തില് ഒരുപാട് ഗിരികൂടങ്ങളെ കൊണ്ടുവന്നിട്ട് സേതുബന്ധനം ചെയ്യാണ്. അത് കപീന്ദ്ര കരകമ്പിത ഭൂരുഹംഗേഹി. അതിശക്തന്മാരായിട്ടുള്ള വാനരന്മാരാണ് മലകളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നത്. അവരുടെ പേരുകൾ സുഗ്രീവ നീല ഹനുമൽ പ്രമുഖേഹി. വിഭീഷണ ദൃശ ആവിശൽ അഗ്രദഗ്ധാം. അഗ്രദഗ്ധാം മുൻപേ കത്തിപ്പോയതായത് എന്നൊന്നുകൊണ്ട് ലങ്കാദഹനം കഴിഞ്ഞതായിട്ട് ആ സുന്ദരകാണ്ഡത്തിന്റെ ഒരു അംശം അവിടെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് മാത്രം. വിഭീഷണ ദൃശ എന്ന വാക്കുകൊണ്ട് വിഭീഷണൻ മുൻപേ ഇവിടെ എത്തിച്ചേർന്ന് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോയി. വിഭീഷണന്റെ ശരണാഗതി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന രാമനും സൈന്യവും ആ ലങ്കയെ മുഴുവനും ഗജകുലൈർ ഹൃദനീവ ഘൂർണ. ആനക്കൂട്ടം ഒരു കയത്തിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെയാ? ഗജേന്ദ്രമോക്ഷം നേരത്തെ പറഞ്ഞതാണല്ലോ, എല്ലാം കലക്കി മറിക്കണത്. അതുപോലെ ആ ലങ്കയുടെ ഐശ്വര്യത്തെ മുഴുവൻ അവരില്ലാതാക്കി തീർത്തു. ഇതൊക്കെ കണ്ടിട്ട് രാവണൻ നികുംഭ കുംഭ ധൂമ്രാക്ഷ ദുർമുഖ സുരാന്ത നരാന്തകാദീൻ അവരെയെല്ലാം യുദ്ധത്തിനായിട്ട് ഓരോരുത്തരെ പറഞ്ഞയക്കുകയാണ്. സർവാനുഗാൻ സമഹിനോദ് തൻ്റെ പിന്നാലെയുള്ളവരൊക്കെ പറഞ്ഞയച്ചു. അവരാർക്കും ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റാഞ്ഞ് അഥ കുംഭകർണനെ പറഞ്ഞയച്ചു. അങ്ങനെയുള്ള ആ രാക്ഷസ കൂട്ടത്തിനെ മുഴുവൻ എന്തെല്ലാം ആയുധങ്ങൾ എടുത്തവർ വന്നാലും സുഗ്രീവൻ ലക്ഷ്മണൻ ഹനുമാൻ ഇങ്ങനെയുള്ള ഭക്തന്മാരോട് കൂടിയിട്ട് അതിവേഗത്തില് ഇല്ലാതാക്കി തീർത്തു. എങ്ങനെയാണ് ആ രാവണന്റെ കൂട്ടത്തെ മുഴുവൻ അതിവേഗത്തിൽ ഇല്ലാതാക്കിയത്? എന്തായാലും അവർക്ക് സുകൃതമുണ്ടാവില്ലേ? രാവണൻ വലിയ ശിവഭക്തനാണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ? അവർ യോഗിമാരാണ്, വേദം പഠിച്ചവരാണ്, പല പല കർമ്മങ്ങൾ ചെയ്തവരാവും. അത്തരം സിദ്ധന്മാരായിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇത്ര വേഗത്തിൽ ഇല്ലാതാക്കി തീർക്കാൻ എങ്ങനെ ഭഗവാന് സാധിച്ചു എന്നാണെങ്കിൽ സീത അഭിമർശ കഥമംഗള രാവണേശാൻ. സീതയെ അഭിമർശനം ചെയ്തതിലൂടെ രാവണന്റെ എല്ലാ മംഗളങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. അവർ ഒറ്റ കാരണം മതി. മറ്റെന്തെല്ലാം സിദ്ധികളുള്ളവരാണെന്ന് പറഞ്ഞാലും അത് മുഴുവൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇല്ലാതായി. അങ്ങനെയുള്ള രാവണനാണ് ഈ രാക്ഷസവർഗത്തിന് ഈശൻ എന്നതുകൊണ്ട് രാക്ഷസവർഗത്തിനും സകല മംഗളങ്ങളും ഇല്ലാതായി. അവരെ വധിക്കാൻ എളുപ്പമായി തീർന്നു. രാവണനാണ് തൻ്റെ ഈശൻ എന്ന് ബോധത്തിൽ നിന്ന് പുറത്തു കടന്നു വിഭീഷണൻ. രാവണനല്ല, രാമനാണ് തനിക്ക് നാഥൻ എന്ന ബോധത്തിലേക്ക് എത്തിയത് കൊണ്ട് വിഭീഷണൻ നശിച്ചു പോയില്ല. അപ്പൊ നമ്മൾ വിഭീഷണനെ പോലെയാണ് ആവേണ്ടത്. എന്തെല്ലാം അമംഗളങ്ങൾ ചെയ്തവനാണെങ്കിലും രാവണൻ തന്നെയാണ് പിന്നെയും നമുക്ക് നാഥൻ എന്ന് കരുതിയിരിക്കുന്ന രാക്ഷസന്മാരെ പോലെയല്ല ആവേണ്ടത് എന്നൊക്കെ അവിടെ കാണിച്ചു തരുന്നു.
അങ്ങനെ ആ രാവണനെയൊക്കെ വധിച്ച് തതോ ദർശ ഭഗവാൻ അശോകവനികാശ്രമേ. എന്തായാലും അശോകവനികാശ്രമത്തില് തന്നെ മാത്രം ചിന്തിച്ച് ശംശഭാവൃക്ഷത്തില് ഇരിക്കുന്ന സീതാദേവിയെ കണ്ടു. രാമ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യ അന്വകമ്പത. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്, ഭാര്യയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ തന്നാൽ ഭരിക്കപ്പെടേണ്ടവളാണ്. അങ്ങനെയുള്ളവളുടെ ദുഃഖത്തിന് കാരണം തന്നിൽ നിന്നുള്ള വിയോഗമാണല്ലോ എന്നോർത്ത് ഏറ്റവും അനുകമ്പയുണ്ടായി രാമന്. പക്ഷെ രാമൻ തൻ്റെ അടുത്ത് എത്തി തന്നെ കടാക്ഷിച്ചപ്പോഴേക്കും സീത പൂർണ്ണത പ്രാപിച്ചവളെ പോലെ പുഞ്ചിരിച്ചു. അങ്ങനെ പറഞ്ഞെന്നല്ലാതെ അവിടെ മറ്റു രാമായണങ്ങളിൽ കാണുന്നത് പോലെ രാമൻ സീതയെ സംശയിച്ചെന്നോ ഒരു അഗ്നിപ്രവേശം വേണ്ടി വന്നു എന്നോ ഒന്നും അവിടെ പറയുന്നതേയില്ല. എന്തായാലും വിഭീഷണന് ആ ലങ്കയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് ലക്ഷ്മണ സുഗ്രീവന്മാരോട് കൂടി പുഷ്പക വിമാനത്തിൽ കയറി എല്ലാവരെയും കൊണ്ട് തിരിച്ചെത്തുകയാണ് അയോധ്യയിലേക്ക്. ലങ്കാമായുസ് കൽപ്പാന്തം, ലങ്കയും കൽപ്പാന്തം വരേക്കുള്ള ആയുസ്സും വിഭീഷണന് കൊടുത്തു. കൽപ്പാന്തം വരെ എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിത്വം. അങ്ങനെ 14 വർഷത്തെ വനവാസമൊക്കെ പൂർണ്ണമാക്കി വരുന്ന വഴിയിലെ മുഴുവൻ ദേവന്മാരാൽ അർച്ചിക്കപ്പെടുന്നവനായിക്കൊണ്ട് അയോധ്യയിലേക്ക് അവിടുന്ന് തിരിച്ചെത്തി. ഇങ്ങനെ നമ്മൾ രാമായണത്തിൽ മുഖ്യമായിട്ട് പറയാറുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞെത്തിക്കണം. ഇവിടെ രാമന് വേണ്ടി കാത്തിരുന്നതായിട്ടുള്ള ഗോമൂത്രയാവകം മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാത്തിരുന്ന ഭരതന്റെ നന്ദിഗ്രാമത്തിലെ തപസ്, നമ്മൾ ഈ രാമരാജ്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള രാമരാജ്യത്തെ കുറിച്ച് പറയാറുണ്ട്. അത് സ്ഥാപനം ചെയ്തത് ഭരതനാ. സത്യത്തിൽ ഭരതൻ രാമപാതുകകളെ പൂജിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ ഇരിക്കുമ്പോൾ കോസലവാസികളോട് എന്നും പറഞ്ഞത്, രാമൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരാൾ പോലും അധർമ്മികളാവരുത്. നമ്മൾ ധർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. രാമൻ ഇവിടെ ഉള്ളപ്പോൾ രാമനുണ്ട് നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ നിയന്ത്രിക്കാൻ. രാമൻ ഇവിടെ ഇല്ല എന്നതുകൊണ്ട് നമുക്ക് ശ്രദ്ധക്കുറവ് വരികയല്ല വേണ്ടത്. നമ്മൾ സ്വയം നമുക്ക് വഴിതെറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. സ്വയം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മുടെ ഉള്ളിലുണ്ട് രാമൻ, നമ്മുടെ നാവിലുണ്ട് രാമൻ, നമ്മുടെ കർമ്മത്തിലുണ്ട് രാമൻ. രാമനില്ലാത്തത് കൊണ്ട് നമ്മൾ ആരെങ്കിലും അരുതാത്തത് ചെയ്തു എന്ന് രാമൻ തിരിച്ചു വരുമ്പോൾ കേട്ടാൽ, അറിഞ്ഞാൽ ഞാനില്ലാത്തത് കൊണ്ടല്ലേ എന്ന് രാമന് തോന്നിയേക്കാം. അത് രാമന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചേക്കാം. അതുകൊണ്ട് രാമൻ കൂടെയുള്ളതിനേക്കാൾ ശ്രദ്ധ വേണം. രാമൻ കൂടെ ഇല്ലാത്തപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് രാമനോടുള്ള പ്രണയം എല്ലാവരുടെയും ഹൃദയത്തിൽ എത്തിച്ച് അവരെ സ്വയം ധർമ്മപരിപാലനം ചെയ്യുന്നവരാക്കി മാറ്റിയത് ലക്ഷ്മണനാണ്, ഭരതനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. രാമരാജ്യ സ്ഥാപനം ഭരതനാണ് ചെയ്തത്. അങ്ങനെ തിരിച്ചെത്തി. പാതുകേന്യസ്യ പുരത പ്രാഞ്ജലിർ ബാഷ്പലോചന. രാമൻ പൂജിക്കാനായി കൊടുത്തിരുന്ന ആ പാതുകകളെ രാമന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് നമസ്കരിച്ച് നിന്നതായിട്ടുള്ള ഭരതനെ രാമൻ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. പാതിയോർ നബദൽ പ്രേമണ പ്രക്ലിന്ന ഹൃദയക്ഷണ. തൻ്റെ കണ്ണും ഹൃദയവും ഏറ്റവും ക്ലിന്നമായിക്കൊണ്ട് ആർദ്രമായിക്കൊണ്ട് രാമപാദങ്ങളിൽ വീണ ആ ഭരതനെ ചേർത്തു പിടിക്കുന്ന ആ ഒരു രാമന്റെ
അനുഗ്രഹം. തമാശ്രിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്ര ജലൈഹി. കണ്ണുനീര് കൊണ്ട് കുളിപ്പിക്കുകയായിരുന്നു അത്രേ. പട്ടാഭിഷേകം രാമന്റെ ശിരസിൽ തീർത്ഥത്തെ കൊണ്ട് ഉണ്ടായി എങ്കിൽ രാമന്റെ കണ്ണിൽ നിന്നുള്ള ഏറ്റവും കാരുണ്യത്തിന്റെ ആനന്ദ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാനുള്ള ഭാഗ്യം അത് ഭരതനാണ് ഉണ്ടായത്. പല സിന്ധുക്കളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥജലം കൊണ്ട് രാമന് ചെയ്ത അഭിഷേകമോ രാമന്റെ കണ്ണിലെ പ്രണയാശ്രുക്കളെ കൊണ്ട് ഭരതന് കിട്ടിയ അഭിഷേകമോ ഏതാണ് കൂടുതൽ പുണ്യമായത്, ദിവ്യമായത് എന്നെല്ലാം ചിന്താവഹങ്ങളാണ്. എന്തായാലും ത്രേതായാം വർത്തമാനായാം കാലകൃതസമോഭവൽ. രാമരാജ്യം എങ്ങനെയായിരുന്നു, രാമൻ ഭരിച്ചത് എങ്ങനെയായിരുന്നു എന്ന് പറയണു. പ്രജാ സ്വധർമ്മനിരത വർണ്ണാശ്രമ ഗുണാൻവിതാഹ ജുഗോപ പിതൃവദ്രാമ മീനിരേ പിതരം ചതം. വർണ്ണാശ്രമധർമ്മങ്ങളെ പാലിക്കുന്ന ആ ജനങ്ങളെ മക്കളെ എന്ന പോലെ രാമൻ കരുതി പരിപാലിച്ചു. ജനങ്ങൾ രാമനെ അച്ഛനെ എന്ന പോലെ കരുതുകയും ചെയ്തു. അപ്പോ ത്രേതായുഗമാണ് എങ്കിൽ പോലും കൃതയുഗം പോലെയായി എല്ലാവർക്കും അനുഭവം എന്ന് പറയാം. യുഗം ത്രേതായുഗമാണ്, പക്ഷെ അനുഭവത്തിൽ അത് കൃതയുഗം പോലെയായി. എന്നുവെച്ചാൽ എല്ലാവരും കൃതകൃത്യന്മാരായി, ചെയ്യേണ്ടത് ചെയ്തവരായി, കിട്ടേണ്ടത് കിട്ടിയവരായി, അറിയേണ്ടത് അറിയവരായി, എത്തേണ്ടടുത്ത് എത്തിയവരായി, എല്ലാവരും പൂർണ്ണത അനുഭവിച്ചു കൊണ്ടേയിരുന്നു. രാമേ രാജനി ധർമ്മജ്ഞേ, ധർമ്മജ്ഞനായിട്ടുള്ള രാമനാണ് നമ്മുടെ രാജാവ്. അത് മതി. എല്ലാവർക്കും ഏറ്റവും സുഖം അനുഭവപ്പെട്ടു. അത് മനുഷ്യർക്ക് മാത്രമല്ല, വനാനി നദ്യ ഗിരയ വർഷാണി ദ്വീപസിന്ധവ എല്ലാം 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 അചേതനങ്ങളായ വസ്തുക്കൾ പോലും മറ്റുള്ളവർക്ക് സേവ ചെയ്യുന്ന ഭക്തരായി മാറി. ആദി വ്യാധി ജര ഗ്ലാനി ദുഃഖ ശോക ഭയ ക്ലമാഹ, ഇത്തരം യാതൊന്നും, മൃത്യു പോലും അധോക്ഷജനായ രാമൻ എന്ന രാജാവ് ഇച്ഛിക്കാതെ അവിടെ പ്രവേശിക്കുമായിരുന്നില്ല, ആർക്കും ഉണ്ടാകുമായിരുന്നില്ല. രാമനാണെങ്കിൽ ആർക്കെങ്കിലും ദുഃഖം വരണമെന്ന് ഇച്ഛിക്കില്ല. രാമൻ അങ്ങനെ ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും അത്തരം ദുഃഖങ്ങൾ വരികയുമില്ല. ഏകപത്നി അവ്രതരഃ രാജർഷി ചരിതശുചി സുധർമ്മം ഗൃഹമേധീയം ശിക്ഷയൻ സ്വയമാചരൻ. ഏകപത്നി വ്രതമായിരുന്നു രാമന്. സീതയല്ലാതെ മറ്റൊരു സ്ത്രീ ഹൃദയത്തിലില്ല. രാജർഷിമാരുടെ ചരിതത്തിനനുസരിച്ചാണ്. പരമ്പര എന്താണോ ഇവിടെ ധർമ്മത്തെ അനുഷ്ഠിച്ചിട്ടുള്ളത് അതറിഞ്ഞ് അതുപോലെ പാരമ്പര്യത്തെ പരിപാലിച്ചുകൊണ്ടാണ് രാമന്റെ രാജ്യഭരണം. തൻ്റെ ധർമ്മം സ്വയം ആചരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകസംഗ്രഹമായിട്ട് അവിടുന്ന് രാജ്യം ഭരിച്ചു. അപ്പോ സീതാദേവി പ്രേമണ അനുവൃത്യ ശീലേന പ്രശ്രയ അവനത സതി ധിയാ ഹ്രിയ ച ഭാവജ്ഞ ഭർത്തു സീതാഹരന്മനഃ. വിനയം കൊണ്ട്, നമ്രത കൊണ്ട്, ഭർത്താവിൻ്റെ അഭിപ്രായം എന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട്, പ്രേമം കൊണ്ട്, നിരന്തരമായ ശുശ്രൂഷ കൊണ്ട്, തൻ്റെ സൗശീല്യം കൊണ്ട്, വിവേകം കൊണ്ട്, അരുതാത്തത് ചെയ്യരുത്, തന്നിൽ നിന്ന് സംഭവിക്കരുത് എന്ന ഹൃ കൊണ്ട്, ഒന്നും പറഞ്ഞിട്ടല്ല. രാമൻ പറഞ്ഞിട്ട് വേണ്ട സീത നല്ലത് ചെയ്യാൻ, രാമൻ പറഞ്ഞിട്ട് വേണ്ട സീതയ്ക്ക് വഴിതെറ്റാതിരിക്കാൻ. തൻ്റെ ഭക്തി കൊണ്ട് വഴിതെറ്റാത്തവളായി നടന്നു സീത. അങ്ങനെ സീതാരാമന്റെ ഹൃദയത്തെ അപഹരിച്ചു. ഭർത്തു സീതാഹരൻ മനഃ. നമുക്കൊക്കെ ഭഗവാന്റെ
മനസ്സിനെ അപഹരിക്കണമെങ്കിൽ, ഭഗവാന്റെ മനസ്സിനെ തനിക്ക് അനുകൂലമാക്കി തീർക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, മറ്റൊരാൾ പറയാതെ തന്നെ, മറ്റൊരാൾ ശാസിക്കാതെ തന്നെ സ്വയം നിയന്ത്രിതരായി ധർമ്മപഥത്തിൽ സഞ്ചരിക്കുക എന്നാണ് വേണ്ടത്. നമ്മളിങ്ങനെ സദാ ഭഗവാനോട് എന്നെ രക്ഷിക്കണേ, എനിക്ക് നേർവഴി കാണിക്കണേ, എൻ്റെ കൂടെ ഉണ്ടാവണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ, അവിടുന്ന് അല്ലാതെ അടിയന് മറ്റാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അവിടുത്തെ ചുമതലയാണ് നമ്മളെ നേർവഴിക്ക് നയിക്കല്. നമ്മൾ സ്വയം നേർവഴിക്ക് പോകാൻ തയ്യാറല്ല എന്നല്ലേ വരുന്നത്. ഒരിക്കൽ പോലും അവിടുന്ന് വേണ്ട. നമ്മൾ നമ്മുടെ ഭക്തി കൊണ്ട് വഴി തെറ്റാത്തവരായി മാറുമ്പോൾ, നമുക്കൊന്നും ചെയ്തു തരേണ്ട ചുമതല രാമന് വരാതെ നാം നോക്കുമ്പോൾ, രാമനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് നാം ചിന്തിക്കുമ്പോൾ, അവിടെയാണ് രാമന്റെ ഹൃദയം നമ്മളിലേക്ക് ഏറ്റവും അനുകൂലമായി മാറുന്നത്. ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്നെ കാക്കണേ, എനിക്ക് നേർവഴി പറഞ്ഞു തരണേ, രോഗമില്ലാതാക്കി തരണേ എന്ന് യാതൊരു പ്രാർത്ഥനയും ചെയ്യുന്നില്ല. അതാണ് രാമന്റെ ഹൃദയത്തെ സദാ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതായി മാറ്റാൻ കാരണമായിട്ടുള്ളത്. സീതാദേവി നമുക്ക് കാണിച്ചു തരണു. പിന്നെ 11-ാമത്തെ അധ്യായത്തില് അനവധി സൽക്കർമ്മങ്ങളെ ചെയ്ത് എല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതായിട്ടുള്ള രാമൻ, ആ ബ്രാഹ്മണര് ഇതെല്ലാം രാമന് തിരിച്ചർപ്പിച്ച് അപ്രത്തം സ്തുയാക്കുന്നു ഭഗവൻ ഭുവനേശ്വര എന്ന അന്തർകൃതികം വിശ്യ തമോഹംസ സ്വരോചിഷ നമോ ബ്രഹ്മണ്യദേവായ രാമായ അകുണ്ഠമേധസേ ഉത്തമ ശ്ലോക ദുര്യായ ന്യസ്തുതന്റെ അർപ്പിതാഗ്രയെ എന്നിങ്ങനെ നമസ്കരിക്കുന്നതായിട്ടുള്ള രംഗം. അങ്ങ് ഞങ്ങൾക്ക് എന്താണ് തരാത്തത് രാമ? ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രവേശിച്ച് എപ്പോഴും പ്രകാശിക്കുന്നുണ്ടല്ലോ, യാതൊരു ദുഃഖവും അപൂർണതയും ഉള്ളിലില്ലാതാക്കി എപ്പോഴും ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് എന്നിരിക്കെ, ഞങ്ങൾക്ക് എന്തിനാണ് പുറമെ ഈ ധനം? എന്തിനാണ് ഞങ്ങൾക്ക് ഇവയെല്ലാം? ഉള്ളിൽ അവിടുന്നുണ്ടല്ലോ, അതുമാത്രം മതി എന്ന പൂർണ്ണബോധത്തിലേക്ക് ബ്രാഹ്മണരെ എത്തിച്ചു. അവരപ്രകാരം രാമനെ നമസ്കരിക്കുന്നു. പിന്നെ ഒരിക്കൽ സീതാദേവിയെ ലോകത്തിന് വേണ്ടി മാത്രം ഉപേക്ഷിക്കേണ്ടി വന്ന കഥ, ആ ദുഃഖം മനസ്സിലാക്കി സീതാദേവി വീണ്ടും തന്നെ സ്വീകരിക്കാൻ പുറപ്പെടുന്ന സമയത്ത് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത കഥ, പിന്നീടും 13,000 കൊല്ലം അഖണ്ഡമായി അഗ്നിഹോത്രത്തെ ചെയ്ത് സീതാദേവിയെ മാത്രം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ലോകത്തെ ഭരിച്ച കഥ, അങ്ങനെയുള്ള ആ ലോകത്തെ അവസാനം തൻ്റെ തൃപ്പാദങ്ങളെ ഹൃദയത്തിലും തൻ്റെ നാമത്തെ നാവിലും കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ട്, രാമനാമമുള്ളവർക്ക് ഭയമില്ല, രാമപാദം ഹൃദയത്തിലുള്ളവർക്ക് ഭയമില്ല, അവരവിടെ തന്നെ ഇരിക്കട്ടെ, അതല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് വരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ കഥ. ഹനുമാൻ സ്വാമിയാണ് രാമനാമമുണ്ട് ഇവിടെ, എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഇരുന്നത്. രാമനാമത്തിലും രാമപാദത്തിലും ഹൃദയം ലയിച്ചിട്ടുള്ള ഒരാൾക്ക് ഇവിടെ തന്നെ വൈകുണ്ഠമാണ്. ചെറുതായെങ്കിലും ധൈര്യം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാമനോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ അനുഗ്രഹിച്ച ആ ശ്രീരാമചന്ദ്രന്റെ കഥ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു രാമചരിതം. എല്ലാ ഭാഗങ്ങളും വിസ്തരിച്ച് അനുസ്മരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. ഇപ്പൊ തന്നെ 55 മിനിറ്റായി, ഇതിലധികം വയ്യല്ലോ. അതുകൊണ്ടാണ് അവസാനമായപ്പോഴേക്കും ചുരുക്കിയത്. എന്തായാലും എല്ലാവരെയും കോസലേന്ദ്രോപതാന്നഹ, ആ കോസലേന്ദ്രൻ രക്ഷിക്കട്ടെ. ശ്രീരാം ജയ രാം, ജയ ജയ രാം. ശ്രീരാം ജയ രാം, ജയ ജയ രാം.